നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ഹിറ്റുകളൊന്നുമില്ല. കുറെ നാളായിട്ട് പ്ലാസ്റ്റിക് ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. നിവിനോട് ചോദിക്കുമ്പോൾ പോലും നിവിൻ എന്നെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ കോമഡിയാണ് സിനിമയ്ക്കകത്ത്. എനിക്ക് ഈ സിനിമ കണ്ട് ചിരിക്കാനും തോന്നിയില്ല, പിന്നെ ഇറങ്ങി ഓടാനും തോന്നിയില്ല. നേരം രണ്ടു വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. മോശമാണോ? ഹിറ്റോ? ഇത് ഒരാഴ്ച ഓടിയാലായി. സാറ്റർഡേ നൈറ്റ് പിന്നെയും കൊള്ളാൻ തോന്നുന്നു. ഒരു കാശിനും കൊള്ളത്തില്ല. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. നിവിനിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ഫാക്ടർ വിനീതനാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. നിവിൻ തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. നിവിൻ ശക്തമായിട്ട് തിരിച്ചു വരും. നിവിനാണല്ലോ തിരിച്ചു വരും. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 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 നിവിനുണ്ട്. അത് ചില സാധനങ്ങളുണ്ട്, ഹ്യൂമറിൻ്റെ ചില ഏരിയാസൊക്കെ അത് നിവിനെ പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ ടൈമിങ് അവന് മാത്രമേ ഉള്ളൂ. ആ ഏരിയയിൽ അവനെ വെല്ലാൻ ആരുമില്ല. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻ പോളി ഉണ്ടല്ലോ, ഈ ലവ് ആക്ഷൻ ഡ്രാമയില് അല്ലെങ്കിൽ തട്ടത്തില് അല്ലെങ്കിൽ വടക്കൻ സെൽഫിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് നിവിൻ പോളി. പക്ഷെ എന്താണ് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു നിവിൻ പോളി? നിവിനെ കാണാൻ പറ്റും. നിവിനെ കാണാൻ പറ്റും.